ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശാരിയും കൂടെ അങ്ങനെ വീട്ടിൽ നിന്നും കോഴഞ്ചേരി വരെ പോകുന്ന വഴിക്കാണ് നമ്മുടെ പ്ലാച്ചേരി ജംഗ്ഷൻ കഴിയുമ്പോഴത്തേക്കും ഒരു കട കണ്ടത്. പൈനാപ്പിൾ കഫേ. പേര് കണ്ട് വെറൈറ്റി ആണെന്ന് ഓർത്ത് അവിടെ ഒന്ന് കയറി നോക്കി. കയറിയപ്പോഴാണ് അത്ഭുതം എന്ന് പറയാലോ. ഒരു പൈനാപ്പിൾ കൊണ്ട് ഇത്രയും പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. കുന്നംപള്ളിയിൽ ജോസഫിയേട്ടൻ നടത്തുന്ന പൈനാപ്പിൾ കഫേ. ഒരു പൈനാപ്പിൾ കൊണ്ട് എന്തെല്ലാം ഉണ്ടാക്കാൻ സാധ്യമായതുണ്ടോ അതെല്ലാം ആ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട്. പൈനാപ്പിൾ ചിപ്സ്, പൈനാപ്പിൾ ഉണങ്ങിയത്, പൈനാപ്പിൾ വരട്ടിയത്, പൈനാപ്പിൾ പൊടി, പൈനാപ്പിൾ ജാം, പൈനാപ്പിൾ ലഡു, പൈനാപ്പിൾ സ്ക്വാഷ്, പൈനാപ്പിൾ അച്ചാർ എന്ന് വേണ്ട സകല സാധനങ്ങളും. ഇതിലെ പോകുന്നവരൊക്കെ ഒന്ന് കയറി നോക്കണം. കീടനാശിനികൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന പൈനാപ്പിളൊന്നുമല്ല, ജൈവ വളമിട്ടുണ്ടാക്കുന്ന പൈനാപ്പിൾ. ഇനിയിപ്പം പൈനാപ്പിൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വേണോ അതും ലഭ്യമാണ്. ഈ പൈനാപ്പിൾ കഫേയിൽ പൈനാപ്പിൾ പ്രോഡക്റ്റ് മാത്രമല്ല കേട്ടോ, ചക്ക ഉൽപ്പന്നങ്ങളുണ്ട്, ചെറുതേനുണ്ട്, വൻതേനുണ്ട്, ഗ്രാമ്പൂ, ഏലക്ക, സ്പൈസസ് ഒക്കെ ഒരുപാടുണ്ട്. ഇതാണ് ചേട്ടൻ നമുക്ക് സാമ്പിൾ തന്ന പൈനാപ്പിൾ ലഡു അല്ലെങ്കിൽ പൈനാപ്പിൾ ഉണ്ട എന്നൊക്കെ പറയുന്ന ഒരു അരിയുടെ ഒക്കെ പോലത്തെ സാധനമാണ്. 10-28 ഏക്കറുള്ള ചേട്ടൻ്റെ പൈനാപ്പിൾ തോട്ടത്തിൽ പോയി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഏതായാലും ഇതിലെ പോകുന്നവർ സ്ഥലം മറക്കണ്ട, പ്ലാച്ചേരി ജംഗ്ഷൻ, കടയുടെ പേര് പൈനാപ്പിൾ കഫേ. പൈനാപ്പിളിൻ്റെ പൗഡറാണ്. ജാക്ക് ഫ്രൂട്ട് പൗഡർ. അതുപോലെ തന്നെ ഇത് ജാക്ക് ഫ്രൂട്ടാണ്. ചക്കയത് ഈന്തപ്പഴം പൊടി നമ്മൾ ശരിക്കും അരിഞ്ഞിട്ട് ബോളാക്കി വെച്ചേക്കുന്ന മറ്റേ അല്ലാതെ ഹൽവ മോഡലിലാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ പിന്നെ അത് വരട്ടി ഉണ്ടാക്കുന്ന എൻ്റെ പേര് ഒഫീഷ്യൽ നെയിം ജോസഫ് അല്ലേ. പ്ലാച്ചേരിയിലാണ് നമ്മൾ എരുമേലി ഭാഗത്തുനിന്നോ മണിമല ഭാഗത്തുനിന്നൊക്കെ വന്നിട്ട് റാന്നി പത്തനംതിട്ട സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും ഇട സൈഡിലാണ് ചേട്ടൻ്റെ കട. പൈനാപ്പിളിൻ്റെ ഒരുപാട് സാധനങ്ങൾ. ആ 2 ഷട്ടർ കടയുണ്ട്. ഇത് ജസ്റ്റ് ഉള്ളി ഔട്ട്ലെറ്റ് മനോരമ. അപ്പോൾ അതിലെ പോകുന്നവരൊക്കെ ഒന്ന് കയറി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.